നമസ്തേ ബച്ചോ. നമുക്ക് ബാദൽ ദാനിയുടെ അവസാനത്തെ വരികളെക്കുറിച്ച് പഠിക്കാം. വരികൾ കേട്ടോളൂ. ഫസൽ ദാൻ കി ഗേത്തോ മഹക്കെ, രാഹ് ഗാഡ് ഹരിയാലി ലഹക്കെ, മൻ കിസാൻ കാ ഗായെ ചഹക്കെ, ദേഖ് ദേഖ് മേംഠോ തക് പാനി, ബാദൽ ദാനി ഗൂപ് ചമാചം ബർസോ പാനി. ഒന്നും കൂടെ കേട്ടോളൂ. ഫസൽ ദാൻ കി ഗേത്തോ മഹക്കെ, രാഹ് ഗാഡ് हरियाली लहके, मन किसान का गाए चहके, देख देख मेंढो तक पानी, बादल दानी ഘൂപ് ചമാചം ബർസോ പാനി. ഇതിലെ ആദ്യത്തെ 4 വരികളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസൽ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഫസൽ എന്ന് പറഞ്ഞാൽ വിളയെ പറ്റിയാണ് പറയുന്നത്. ദാൻ എന്ന് പറഞ്ഞാൽ ധാന്യം. ഖേത്ത് എന്ന് പറഞ്ഞാൽ വയൽ. മഹക്ന സുഗന്ധം പറ്റുക, അതായത് മഴ പെയ്യുമ്പോൾ മഴയിലെ വെള്ളമെല്ലാം ചെന്ന് വീണ് അവിടുത്തെ ധാന്യങ്ങളെല്ലാം നല്ല വിളഞ്ഞു നിൽക്കുകയാണ്. ധാന്യങ്ങളെല്ലാം വിളഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നല്ല സുഗന്ധം കിട്ടുന്നു. അതാണ് ആദ്യത്തെ വരിയിലൂടെ പറയുന്നത്. ഫസൽ ദാൻ കി ഖേത്തോ മഹക്കെ, അതായത് വയലുകളിൽ നിന്ന് നമുക്ക് ധാന്യങ്ങളെല്ലാം വിളഞ്ഞിട്ട് അതിൻ്റെ മണം ലഭിക്കുന്നു. ഫസൽ ദാൻ കി ഖേത്തോ മഹക്കെ, ഖേത്തോം സേ ഫസൽ ദാൻ കി എന്താണ്? മഹക്ന എന്ന് പറഞ്ഞാൽ സുഗന്ധം ലഭിക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വയലുകളിൽ നിന്ന് നമ്മുടെ ധാന്യങ്ങളെല്ലാം വിളഞ്ഞു നിൽക്കുന്നതിൻ്റെ സുഗന്ധമായിട്ട് നല്ല മണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസൽ ദാൻ കി ഗേത്തോ മഹക്കെ. അടുത്ത വരി, രാഹ് ഗാഡ് ഹരിയാലി ലഹക്കെ. രാഹ് എന്ന് പറഞ്ഞാൽ വഴി, ഗാഡ് കടവ്. ഹരിയാലി എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ധാന്യ അതേ അർത്ഥം തന്നെയാണ്, പച്ചപ്പ്. രാഹ് ഗാഡ് ഹരിയാലി ലഹക്കെ. ലഹക്കന എന്ന് പറഞ്ഞാൽ അലയടിക്കുക. അപ്പോൾ വഴിയിലും അതുപോലെ കടവിലുമെല്ലാം നല്ല പച്ചപ്പിങ്ങനെ അല അടിക്കുകയാണ്. മൻ കിസാൻ കാ ഗായെ ചഹക്കെ. കിസാൻ കാ മൻ എന്ന് പറഞ്ഞാൽ കർഷകരുടെ മനസ്സ്. ചഹക്കന എന്ന് പറഞ്ഞാൽ നല്ല ആനന്ദം പൂർണ്ണമായിട്ട് വളരെ സന്തോഷം തോന്നുന്നു. എന്ത് കണ്ടിട്ടാണ് ഈ കർഷകർക്ക് സന്തോഷം തോന്നുന്നത്? തേക്ക് മേണ്ടോ എന്ന് പറഞ്ഞാൽ വരമ്പ്. മേണ്ടോം തക് പാനി എന്ന് വെച്ചാൽ വയലിലെ വരമ്പിനടുത്ത് വരെ വരമ്പെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് കർഷകർക്ക് നല്ല സന്തോഷം, മനസ്സിന് നല്ല സന്തോഷം, കുളിർമ തോന്നുന്നു. അതായത് നമ്മൾ പക്ഷികൾ, ഇവിടെ ചഹക്കന എന്ന് പറഞ്ഞാൽ പക്ഷികൾ ചിലയ്ക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പക്ഷികളുടെ ചിലപില ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലൊരു കുളിർമ തോന്നില്ലേ? അപ്പോൾ ആ ഒരു ആനന്ദം ലഭിക്കില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ 4 വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ധാരാളം മഴ ലഭിക്കുന്നു. ആ മഴവെള്ളമെല്ലാം വയലിൽ ഇങ്ങനെ വന്ന് വയലെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നു. അതുപോലെ നമ്മുടെ ധാന്യങ്ങളെല്ലാം അവിടെ നിന്നെല്ലാം ധാന്യങ്ങൾ വിളഞ്ഞതിൻ്റെ നല്ല മണം ലഭിക്കുന്നു. അതുപോലെ നമ്മുടെ വഴിയും കടവുകളെല്ലാം നല്ല ഹരിയാലി, പച്ചപ്പ് നിറഞ്ഞതായിട്ട് നിൽക്കുന്നു. അവിടെയെല്ലാം പച്ചപ്പ് ഇങ്ങനെ അലയടിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ കർഷകർ വളരെ സന്തോഷമായിട്ട് അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് ആനന്ദിക്കുകയാണ്. അതാണ് ഈ 4 വരികളിലൂടെ പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഫസൽ ദാൻ കി ഗേത്തോ മഹക്കെ. ഗേത്തോം സേ, വയലുകളിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? നല്ല മണം ലഭിക്കുന്നു. എന്തിൻ്റെ മണമാണ്? ദാൻ കി ഫസൽ ക, അതായത് നമ്മുടെ ധാന്യങ്ങളുടെ വിളഞ്ഞു നിൽക്കുന്നതിൻ്റെ മണമാണ് ലഭിക്കുന്നത്. ഫസൽ ദാൻ കി ഗേത്തോ മഹക്കെ, രാഹ് ഗാഡ് ഹരിയാലി ലഹക്കെ. നമ്മുടെ വഴിയും കടവും എല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞതായിട്ട് നിൽക്കുക. അവിടെ എല്ലാം പച്ചപ്പ് ഇങ്ങനെ അലയടിക്കുകയാണ്. മൻ കിസാൻ കാ ഗായെ ചഹക്കെ, ദേഖ് മേംഠോ തക് പാനി. വരമ്പുകളെല്ലാം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് വെള്ളം നിൽക്കുന്നത് കണ്ടിട്ട്, ഈ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് നമ്മുടെ കർഷകരുടെ മനസ്സെല്ലാം ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ്. ബാദൽ ദാനി ഗൂപ് ചമാചം ബർസോ പാനി. അതുകൊണ്ട് ദാനശീലനായ മേഘമേ മഴ ശക്തിയായി പെയ്യട്ടെ എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ മേഘത്തോട് ആവശ്യപ്പെടുന്നത് എന്താണ്? മഴ ശക്തിയായി പെയ്യുക. മഴ ശക്തിയായി പെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ജീവജാലങ്ങളുടെ ദാഹമെല്ലാം ശമിക്കും. മത്സ്യങ്ങൾ, ജലാശയങ്ങളിലെല്ലാം വെള്ളം നിറഞ്ഞ് മത്സ്യങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാവും. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയെല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞതായിട്ട് നിൽക്കും. അതുപോലെ ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് വളരെ ധാന്യങ്ങളെല്ലാം വിളഞ്ഞു കിട്ടും. ഇതെല്ലാം കണ്ടിട്ട് കർഷകർക്കെല്ലാം വളരെ സന്തോഷവും. അങ്ങനെ അതുവഴി ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും സന്തോഷമുണ്ടാകും എന്നാണ് ഈ ഒരു കവിതയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ടീക്കേ, ഇനിയിപ്പോൾ നമ്മൾ പഠിച്ച വരികളിനെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഖേത്ത് ഖേത്തോമേ ക്യാ മഹക്കെ, വയലുകളിൽ നിന്ന് എന്തിൻ്റെ സുഗന്ധമാണ് നമുക്ക് കിട്ടുന്നത്? ദാൻ കി ഫസലാണോ ആം കി ഫസലാണോ? അതായത് ഫസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിള. ദാൻ എന്ന് പറഞ്ഞാൽ ധാന്യം വിളഞ്ഞു നിൽക്കുന്നതിൻ്റെ മണമാണോ കിട്ടുന്നത്? അതോ ആം കി ഫസലാണോ കിട്ടുന്നത്? ദാൻ കി ഫസൽ. ഘാട് കി രാഹ് ക്യാ ലഹക്കെ, ഘാട് കി രാഹ് അതായത് നമ്മുടെ കടവിലും അതുപോലെ കടവിലെ വഴികളിലുമെല്ലാം എന്താണ് ഇങ്ങനെ അലയടിക്കുന്നത്? ഹരിയാലി. മൻ കിസാൻ കാ ഗായെ ചഹക്കെ ഇസ്കാ അർത്ഥ് ക്യാ ഹേ, ഇതിൻ്റെ അർത്ഥം എന്താണ്? കിസാൻ കാ മൻ ഖുഷ് ഹോത്താ ഹേ. അടുത്ത ചോദ്യം, കിസാൻ കാ മൻ കബ് ഖുഷ് ഹോത്താ ഹേ, കർഷകരുടെ മനസ്സ് എപ്പോഴാണ് സന്തോഷമായിട്ട് നിൽക്കുന്നത്? മേണ്ടോൻ തക് പാനി ദേഖ് കർ സൂക്കെ ഖേത്ത് ദേഖ് കർ, എന്ത് കണ്ടിട്ടാണ്? മേണ്ടോൻ തക് പാനി ദേഖ് കർ. ഇനി നമ്മൾ പഠിക്കുന്നത്, നമുക്ക് ഈ കവിതയിൽ പഠിച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ആ വാക്കുകൾക്ക് സമാനമായിട്ടുള്ള അർത്ഥങ്ങളിലുള്ള ഹിന്ദി വാക്കുകൾ നമ്മൾ ഈ കവിതയിൽ പഠിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ ഏതെന്നാണ് എടുത്തെഴുതേണ്ടത്. ആദ്യത്തെ വാക്ക് ആകാശ്. ആകാശ് എന്ന് പറയുന്ന വാക്ക് എന്താണ്? ആകാശം. അതിന് സമാനമായ വേറെ ഏത് വാക്കാണ് നമ്മൾ ഈ കവിതയിൽ പഠിച്ചത്? ഗഗൻ, മേഘ്. മേഘത്തിന് ഘട എന്നും ബാദൽ എന്നും പഠിച്ചു. നാവ്. നാവ് എന്ന് പറഞ്ഞാൽ വള്ളം. വള്ളത്തിന് നമ്മൾ ഈ കവിതയിൽ പഠിച്ച വാക്ക് ഏതാണ്? നയ്യ. പക്ഷി. പക്ഷിക്ക് നമ്മൾ ഈ കവിതയിൽ പഠിച്ച വാക്ക് ഏതാണ്? ചിടിയ. താലാബ്, കുളം. കുളത്തിന് നമ്മൾ ഈ കവിതയിൽ പഠിച്ച വാക്ക് ഏതാണ്? താൽ. ഭൂമി. ഭൂമിക്ക് നമ്മൾ കവിതയിൽ പഠിച്ച വാക്ക് ഏതാണ്? ധർത്തി. ഗായ്. ഗായ് എന്ന് വെച്ചാൽ പശു. പശുവിനെ നമ്മളിവിടെ പഠിച്ചത് ഏത് വാക്കാണ്? ഗയ. സമുദ്ര. സമുദ്രത്തിന് നമ്മൾ സാഗർ എന്ന് പഠിച്ചു. ഹരിയാലിയും പഠിച്ചു. അതിന് ധാനി എന്നും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു വ്യാകരണമാണ് തുഖാന്ത് ശബ്ദ്. തുഖാന്ത് ശബ്ദ്. തുഖാന്ത് ശബ്ദ് പറഞ്ഞാൽ നമ്മുടെ കവിതയിലെ 2 വരികൾ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ വരികൾ. കവിതയിൽ നമ്മൾ വരികൾ എടുക്കുമ്പോൾ 1-ൽ കൂടുതൽ വരികൾ, അത് 2ആവാം 3ആവാം. വരികൾ എടുക്കുമ്പോൾ അതിലെ അവസാനം ഒരേപോലെയുള്ള ശബ്ദത്തിലാണ് ആ വരികൾ അവസാനിക്കുന്നതെങ്കിൽ, നമ്മളെ കവിതയിലെ വരികൾ എടുക്കുമ്പോൾ ആ വരികളുടെ അവസാനത്തെ അക്ഷരത്തിൽ എന്തെങ്കിലും സമാനത ഉണ്ടെങ്കിൽ, അവസാനത്തിലെ അക്ഷരത്തിലെ സമാനത എന്ന് പറഞ്ഞാൽ അത് ഒരേപോലെയുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ തുഖാന്ത് അല്ലെങ്കിൽ പ്രാസം എന്ന് പറയും. അങ്ങനെയുള്ള പദങ്ങൾ, വരികൾ തന്നിട്ട് അങ്ങനെയുള്ള പദങ്ങൾ എടുത്തെഴുതുവാൻ നമുക്ക് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ബാദൽ ദാനി ഗോപ് ചമാച്ചം ബർസോ പാനി. ഈ 2 വരികൾ എടുക്കുകയാണെങ്കിൽ എന്താണ് കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇവിടെ നമുക്ക് ധാനി കണ്ടോ, പാനി, രണ്ടും നീലല്ലേ അവസാനിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സമാനതയിലെ ഒരേപോലെയല്ലേ ശബ്ദങ്ങൾ അവസാനിക്കുന്നത്. അപ്പോൾ ആ 2 ശബ്ദങ്ങൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? തുഖാന്തായിട്ട് എടുക്കാം. ഇനി അടുത്തൊരു വരികൾ, പ്യാസി ചെടിയ പ്യാസി ഗയ്യ ഖാലി ഹേ സബ് താഴ്ത്തല്ലയ. ഇവിടെ 2 വരികളും യായായിലല്ലേ അവസാനിക്കുന്നത്. അപ്പോൾ അവിടെയും തുഖാന്തുണ്ട്. ചം ചം ചംകി ബിജലി റാണി ഉഡി കേകൻമീൻ ഗഡ സുഹാനി, അത് അവിടെ 2ഇടത്തും നീലല്ലേ അവസാനിക്കുന്നത്. അപ്പോൾ അവിടെയും തുഖാന്ത് ശബ്ദമുണ്ട്. ഈ തുഖാന്ത് ശബ്ദത്തിൽ നമ്മൾ കവിത എഴുതുന്നത് എന്തിനാണെന്നറിയാമോ? കവിതയെ കുറച്ചും കൂടെ നമ്മൾ ആ കവിത ആലപിക്കുമ്പോൾ കുറച്ചും കൂടെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ തുഖാന്ത് ശബ്ദത്തിൻ്റെ ഉദാഹരണം ഈ കവിതയിൽ എടുത്തു കാണിച്ചേക്കുകയാണ്. ആദ്യത്തെ വരികളിലെ റാണി സുഹാനി, അടുത്ത വരികളിലെ ധാനി പാനി, അടുത്ത വരികളിലെ ഖയ്യ തലയ്യ നെയ്യ, 3 വരികളിലാണ് അവിടെ തുഖാന്ത് ശബ്ദമുള്ളത്. ഇത് രണ്ടും ഈ 3 വാക്കുകൾ കണ്ടോ. ഇങ്ങനെ നമുക്ക് ഈ
കളറുകളിൽ വട്ടമിട്ടേക്കുന്നതെല്ലാം തുകാന്ത ശബ്ദമാണ്. അപ്പോൾ നമുക്ക് പരീക്ഷയിൽ ഇതേപോലെ വരികൾ തന്നിട്ട് തുകാന്ത ശബ്ദം എടുത്തെഴുതാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ വരികൾ അവസാനിക്കുന്നത് ഒരേ ശബ്ദത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ കവിതയിലെ വരികൾ അവസാനിക്കുമ്പോൾ എന്തെങ്കിലും സമാനതയുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ മനസ്സിലായി, ഇതാണ് നമ്മുടെ ബാദൽ ദാനി കവിത. എല്ലാവർക്കും ഈ ബാദൽ ദാനി കവിത മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ധന്യവാദം.